വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി സംബന്ധമായ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളർച്ചയും വികസനവും എന്ന ഭാഗമാണ്. വളർച്ചയും വികസനവും വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്? കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് കുട്ടിയിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ്. കുട്ടിയെ നന്മയിലേക്ക് മാറ്റുക, കുട്ടിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തുക, അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്തുക. ഒരു വ്യക്തിയിൽ പഠനത്തിൻ്റെ ഫലമായും സ്വതവേയുള്ള വളർച്ചയുടെയും വികസനത്തിൻ്റെയും ഫലമായും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജോലി വളരുന്ന ഒരു കുട്ടിയിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്തുക എന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അയാൾക്ക് വളർച്ചയും വികസനത്തെയും സംബന്ധിച്ചുള്ള അറിവ് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. വളർച്ചയും വികസനവും എന്നീ രണ്ട് പദങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇംഗ്ലീഷിൽ വളർച്ചയ്ക്ക് ഗ്രോത്ത് എന്നും വികസനത്തിന് ഡെവലപ്മെന്റ് എന്നുമാണ് പറയുക. സാധാരണഗതിയിൽ പരസ്പരം ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവ. എന്നാൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇവ തമ്മിൽ അർത്ഥത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ക്രോ ആൻഡ് ക്രോ അഭിപ്രായപ്പെട്ടത് വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികമായ മാറ്റം, ശാരീരികമായ വളർച്ചാ മാറ്റം, അതിനെയാണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വളർച്ചയോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി ഒരു കുട്ടിയുടെ വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശാരീരികവും ഘടനാപരവുമായ മാറ്റം, വളർച്ച. വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ വളർച്ചയോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി ഒരു കുട്ടിയുടെ വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഗ്രോത്ത് ഡെവലപ്മെന്റ് തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മൾ ആഴത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കുട്ടി, ആ കുട്ടിയുടെ പ്രായം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വിരലുകളുടെ നീളവും വണ്ണവും വർദ്ധിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. കുട്ടി പ്രായം മുതിർന്നതിനനുസരിച്ച് കൊണ്ട് കുട്ടിയുടെ വിരലുകളുടെ നീളവും വണ്ണവും ഒക്കെ വർദ്ധിക്കും. ഇത് ഒരു വളർച്ചയാണ്, ഇതൊരു ഗ്രോത്ത് ആണ്. എന്നാൽ ഈ വളർച്ചയോടൊപ്പം പല ആവശ്യങ്ങൾക്കായി വിരലുകളെ അനായാസവും വേഗത്തിലും സൂക്ഷ്മതയോടെയും ഉപയോഗിക്കാൻ കുട്ടിക്ക് കഴിവുണ്ടായിത്തീരും. ഈ മാറ്റത്തെയാണ് വികസനം എന്ന് പറയുന്നത്. അത് ശാരീരികമായ വളർച്ചയല്ലല്ലോ. ശാരീരികമായ വളർച്ചയോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊന്നാണത്. ഈ വിരലുകളെ അനായാസത്തിലും വേഗത്തിലും സൂക്ഷ്മതയോടെയും ഉപയോഗിക്കാൻ കുട്ടിക്ക് കഴിവ് വർദ്ധിച്ചു വന്നേക്കാം. ഈ മാറ്റത്തെയാണ് വികസനം അഥവാ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് വളർച്ചയെക്കുറിച്ച് അല്പം വിശദമായിട്ട് പരിശോധിക്കാം. ഗ്രോത്ത്, ആ ഗ്രോത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. വളർച്ച അഥവാ ഗ്രോത്ത് ഒരു അനുസ്യൂത പ്രക്രിയയല്ല, അനുസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ല. അഥവാ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഒരു മനുഷ്യന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ. പരിപക്വതയോടെ അത് അവസാനിക്കുന്നു. ഒരു ഘട്ടം എത്തിത്തീരുമ്പോൾ മനുഷ്യൻ പരിപക്വതയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അതോടുകൂടി വളർച്ച നിലക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, വളർച്ച സഞ്ചിത സ്വഭാവം പുലർത്തുന്നു. അഥവാ ഇന്ന് വളർന്നതിൻ്റെ ബാക്കിയാണ് നാളെ വളരുക. നാളെ എത്രമാത്രം വളർന്നുവോ അതിൻ്റെ ബാക്കിയാണ് മറ്റന്നാൾ നമ്മൾ വളരുന്നത്. ഇതിനെയാണ് സഞ്ചിത സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ വളർച്ചയുടെ രണ്ടാമത്തെ പ്രത്യേകത, വളർച്ച സഞ്ചിത സ്വഭാവം പുലർത്തുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം, വളർച്ചയുടെ തോത് എപ്പോഴും ഒരുപോലെയല്ല. ജീവിതകാലത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ അതിൻ്റെ വേഗമേറും. അഥവാ ചെറിയ കുട്ടി വളരെ വേഗത്തിൽ വളരും. എന്നാൽ അല്പം കൂടി വലുതായി കഴിഞ്ഞാൽ അത്ര വേഗത്തിൽ വളരുകയില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. നാലാമത്തെ കാര്യം, വളർച്ച ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിലാണ് സംഭവിക്കുന്നത്.
ഇപ്പോൾ കൈ വളരുന്ന അത്ര വേഗത്തിൽ അല്ലെങ്കിൽ അത്ര നീളത്തിൽ മൂക്ക് വളരുകയില്ല. അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തോതിലാണ് ഈ വളർച്ച ഉണ്ടാകുന്നത്. വളർച്ചയിൽ പ്രകടമായ വ്യക്തിവ്യത്യാസം കാണുന്നു. എല്ലാവരും ഒരുപോലെ വളരുന്നില്ല, പലരും പല രൂപത്തിലാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരേ ഹൈറ്റിലേക്ക് വളർന്നെത്തുന്നില്ലല്ലോ. അപ്പൊ അതിൽ വ്യക്തിവ്യത്യാസമുണ്ട്. ആറാമത്തെ കാര്യം, വളർച്ച നിയതമായ ഒരു മുറയും രൂപമാതൃകയും അനുസരിച്ച് നടക്കുന്നു. അപ്പോൾ മനുഷ്യൻ വളരുമ്പോൾ മനുഷ്യന്റെ ഒരു രൂപമാതൃകയുണ്ട്. ആ രൂപമാതൃകയ്ക്ക് അനുസരിച്ചു കൊണ്ടാണ് വളരുന്നത്. കൈ വളരുന്നു, അതിനൊരു കൃത്യമായ ഒരു കണക്കുണ്ട്, അതിനപ്പുറത്തേക്ക് കൈ വളരുന്നില്ല. കാലിന്റെ നീളമുണ്ട്, അതുപോലെ തല, അങ്ങനെ ഓരോന്നിനും ഒരു നിശ്ചിതമായ രൂപമാതൃകയുണ്ട്. അതിനനുസരിച്ച് കൊണ്ടാണ് വളർച്ച നടക്കുന്നത്. അപ്പൊ ഇത് വളർച്ചയുടെ പ്രത്യേകതകളാണ്. വളർച്ചയുടെ തോതും രൂപമാതൃകയും ശരീരത്തിന്റെ ആന്തരിക സ്ഥിതി വഴിയും ബാഹ്യ സ്വാധീനങ്ങൾ വഴിയും മാറ്റാനാകും. അപ്പൊ ശരീരത്തിലെ വളർച്ച വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം, പലതരം ഹോർമോണുകൾ കുത്തിവെച്ചുകൊണ്ടൊക്കെ വളർച്ച വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അതാണ് വളർച്ചയുടെ ആക്കം ഒരുപോലെയല്ല. വളർച്ച ഒരു സങ്കീർണ പ്രക്രിയയാണ്. പത്താമത്തത്, വളർച്ചയെ പാരമ്പര്യവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നു. അപ്പോൾ ഒരാളുടെ പാരമ്പര്യം അയാളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു. ചില കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉയരം കൂടിയവരായിരിക്കും, ചിലർ ഉയരം കുറഞ്ഞവരായിരിക്കും. അപ്പോൾ പാരമ്പര്യം അവരെ സ്വാധീനിക്കും. അതുപോലെ പരിസ്ഥിതി, അവർ ജീവിക്കുന്ന പരിസ്ഥിതി തീർച്ചയായിട്ടും അവരുടെ വളർച്ചയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. നല്ല വെയിലും വെളിച്ചവും ഒക്കെ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, അതുപോലെ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത്, ആ ഭക്ഷണത്തിലെ വൈറ്റമിൻസിൻ്റെ അതുപോലെ മറ്റ് മിനറൽസിൻ്റെയും ഒക്കെ എത്രമാത്രമുണ്ട് എന്ന കണക്ക്, ഇതൊക്കെ ഒരാളുടെ വളർച്ചയെ തീർച്ചയായും സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതുവരെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് വികസനത്തിന്റെ സ്വഭാവവും അത് സംബന്ധമായ ചില സിദ്ധാന്തങ്ങളുമൊക്കെ പരിചയപ്പെടാം. ഇതൊക്കെ കുട്ടികളെ നിരീക്ഷിച്ചു നേടിയിട്ടുള്ള ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ വികസന സിദ്ധാന്തങ്ങളാണ്. കുട്ടികൾ ഏത് തരത്തിലാണ് വികസിക്കുന്നത്? ഓരോ ഘട്ടത്തിലും അവരിൽ നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? അവർക്ക് എങ്ങനെയാണ് നാം മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത്? പരമാവധി വികസനം കൈവരിക്കാൻ പാകത്തിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ നൽകേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ സിദ്ധാന്തങ്ങൾ അധ്യാപകരെ സഹായിക്കുന്നു. അതുകൊണ്ട് ഏതൊരു അധ്യാപകനും ഈ താഴെ പറയുന്ന വികസന സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയിൽ, വികസനത്തിൽ തീർച്ചയായിട്ടും ഈ സിദ്ധാന്തങ്ങളൊക്കെയും തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അവ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ സിദ്ധാന്തം, വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. അതാണ് ഒന്നാമത്തെ സിദ്ധാന്തം. വികസനം പരസ്പര വർത്തനത്തിന്റെ ഫലമാണ്. ജീവി തന്റെ പരിസ്ഥിതിയുമായി പ്രതികരിക്കുന്നതിന്റെ ഫലമാണ് വികസനം. അത് ആന്തരികമായ ശാരീരിക മാറ്റങ്ങളുടെയും മാനസിക പ്രക്രിയകളുടെയും സംയോജനത്തിന്റെ പരിണിത ഫലമാണ്. അതാണ് വ്യക്തിക്ക് പരിസ്ഥിതി സാഹചര്യങ്ങളുടെ മേൽ നിയന്ത്രണം നൽകുന്നത്. ഇതാണ് ഒന്നാമത്തെ വികസനവും സംബന്ധമായിട്ടുള്ള ഒന്നാമത്തെ സിദ്ധാന്തം. ഇതാണ് ഒരു ജീവിയുടെ, ഒരു മനുഷ്യന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സിദ്ധാന്തം. രണ്ടാമതായി പറയുന്നു, വികസനം ഒരു അനസ്യൂത പ്രക്രിയയാണ്. അത് വികസനം ശിശുബീജം അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടിച്ചു തുടങ്ങുമ്പോൾ ആരംഭിച്ച് മരണം വരെ അനസ്യൂതം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ വളർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് അനസ്യൂത പ്രക്രിയയല്ല. ഒരു നിശ്ചിത പ്രായം വരെ മാത്രമേ മനുഷ്യൻ വളരുകയുള്ളൂ, ഏതൊരു ജീവിയും വളരുന്നുള്ളൂ എന്ന് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ വികസനം പക്ഷെ ഒരു അനസ്യൂത പ്രക്രിയയാണ്. അവിടെയാണ് വികസനവും വളർച്ചയും നമ്മളുടെ വ്യത്യാസം ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി ഇത് സംബന്ധമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. കുട്ടി പരിപക്വനം നേടിയതിന് ശേഷവും ഭാഷാ വികസനം, വൈകാരിക വികസനം, സാമൂഹിക വികസനം എന്നിവ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? അഥവാ ഒരു കുട്ടി ശാരീരികമായിട്ട് പൂർണ്ണമായി വളർന്നു കഴിഞ്ഞതിന് ശേഷവും ആ കുട്ടിയുടെ ഭാഷാ വികസനം, വൈകാരിക വികസനം, സാമൂഹിക വികസനം അതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു.
ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? അതാണ് നമ്മൾ രണ്ടാമതായി പറഞ്ഞ സിദ്ധാന്തത്തിൻ്റെ ഒരു സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഇത് വികസനം ഒരു തുടർ പ്രക്രിയയാണ്. വികസനത്തിന്റെ ഭാഗമാണ് ഭാഷാ വികസനം. അതുപോലെ വൈകാരിക വികസനം, സാമൂഹ്യ വികസനം ഒക്കെ ഒരു കുട്ടിയിലുണ്ടാകുന്ന വികസനത്തിന്റെ ഭാഗമാണ്. വികസനം ഒരു തുടർ പ്രക്രിയയാണ് നമ്മൾ പറഞ്ഞു. അത് മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് കുട്ടി പരിപൂർണമായി ശാരീരിക വളർച്ച നേടിക്കഴിഞ്ഞതിന് ശേഷവും ഈ വികസനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. മരണം വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വികസനം ഒരു തുടർ പ്രക്രിയയാണ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം. എ ആണ് ശരിയായ ഓപ്ഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ സിദ്ധാന്തം പരിശോധിക്കാം. വികസനം ക്രമാനുഗതമായ ഒരു മുറക്കനുസരണമായി നടക്കുന്നു. ഒരു കൃത്യമായ ഒരു മുറ അനുസരിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. വ്യത്യസ്ത വ്യക്തികളിൽ പ്രത്യേക വികസന ശേഷികൾ പ്രകടമാവുന്ന ക്രമത്തിൽ സാദൃശ്യം കാണുന്നുണ്ട്. അഥവാ ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാ കുട്ടികളും നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കാൻ പഠിക്കുന്നു. ആദ്യം നിൽക്കുകയാണ് കുട്ടികൾ ചെയ്യുന്നത്, പിന്നെയാണ് നടക്കാനുള്ള കഴിവ് ആ വികസനം കുട്ടിയിൽ സംഭവിക്കുന്നത്. അതേപോലെ എല്ലാ കുട്ടികളും വ്യക്തമായി സംസാരിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് കൊഞ്ഞയോടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ആദ്യം വ്യക്തമായി സംസാരിച്ച് പിന്നെ കൊഞ്ഞയോടെ ആവുന്ന രീതിയിലല്ല. എല്ലാ കുട്ടികളും ആദ്യം അത്ര വ്യക്തമല്ലാത്ത രീതിയിൽ കൊഞ്ഞയോട് കൂടിയിട്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെയാണ് അവർ വ്യക്തമായിട്ട് സംസാരം നടത്തുന്നത്. അപ്പോൾ ഇത് വികസനം ക്രമാനുഗതമായ ഒരു മുറക്കനുസരണമായി നടക്കുന്നു എന്ന സിദ്ധാന്തമാണ് മൂന്നാമത്തത്. നാലാമത്തത്, വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം പുലർത്തുന്നുണ്ട്. ഉദാഹരണത്തിന് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ, വികസന ഫലമായി കാണപ്പെടുന്ന പ്രതികരണത്തിന്റെ രൂപമാതൃകയിൽ സാമാന്യത്തിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന പ്രവണത കാണാം. അതായത് ജനറൽ എന്നതിൽ നിന്ന് സ്പെസിഫിക് എന്ന രീതിയിലേക്കാണ് മാറുന്നത്. ഉദാഹരണമായി, ശിശു ആദ്യകാലത്ത് ആനന്ദം പ്രകടിപ്പിക്കുന്നത് ശരീരം ഒട്ടാകെ ചലിപ്പിച്ചുകൊണ്ടാണ്. കുട്ടിക്ക് സന്തോഷം വരുമ്പോൾ അത് ശരീരം മൊത്തം ചലിപ്പിച്ചുകൊണ്ടാണ് കുട്ടി സന്തോഷം പ്രകടിപ്പിക്കുക. എന്നാൽ പ്രായമാകുമ്പോൾ ആ സന്തോഷം കുട്ടിക്ക് വരികയാണെങ്കിൽ കുട്ടി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുക. കേവലം വായ കൊണ്ടുള്ള അല്ലെങ്കിൽ പല്ല് കാണിച്ച് ചിരിക്കുന്ന ഒരു സംഗതി മാത്രമായിട്ട് അതിനെ ഒതുക്കുന്നു. ഇങ്ങനെ ആദ്യം സാമാന്യമായ ഇത് പിന്നീട് പ്രത്യേകമായതിലേക്ക് മാറുന്നു. അതാണ് നാലാമത്തെ സിദ്ധാന്തം. വികസനം സാമാന്യമായതിൽ നിന്ന് പ്രത്യേകമായതിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. ഇനി ഇത് സംബന്ധമായി വന്ന ഒരു കേട്ടറ്റ് പരീക്ഷയിലെ ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. എല്ലാ കുട്ടികളും നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുവാൻ പഠിക്കുന്നു. ഇത് ഏത് വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ എല്ലാ കുട്ടികളും നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഏത് വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. സി ആണ് ഉത്തരം. വികസനം ക്രമാനുഗതമായ ഒരു മുറക്കാണ് നടക്കുന്നത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. വികസനം ഒരു ക്രമാനുഗതമായ മുറക്കാണ് നടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് എല്ലാ കുട്ടികളും തന്നെ ആദ്യം നടക്കുന്നതിന് മുമ്പ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സി ആണ് ശരിയായ ഉത്തരം. ഇനി നാലാമത്തെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ചെറിയ കുട്ടികൾ കരയുമ്പോൾ അവരുടെ ശരീരം പൂർണ്ണമായും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. അവരുടെ ശരീരം പൂർണ്ണമായിട്ടും ആ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കാലക്രമേണ കരച്ചിൽ അവരുടെ ശരീരത്തിലെ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. വികസനത്തിന്റെ ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? അപ്പോൾ കുട്ടികൾ കരയുമ്പോൾ അതിൽ ശരീരം മുഴുവനായിട്ട് അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. എന്നാൽ മുതിർന്നവർ കരയുമ്പോൾ പലപ്പോഴും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കാറേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ഏത് സിദ്ധാന്തമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നാലാമത്തെ സിദ്ധാന്തം സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യം ഏതാണ്ട് അതേപോലെ തന്നെയാണ് ചോദ്യത്തിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഈ 4 ഓപ്ഷൻസ് കാണാം. ഇതിൽ എ ഓപ്ഷൻ വിവിധ വികസന മേഖലകൾ പരസ്പരാശ്രിതമാണ്. ബി വികസനം വൈയക്തിക പ്രക്രിയയാണ്. സി വികസനം ഒരു സഞ്ചിത പ്രക്രിയയാണ്. ഡി വികസനം സാമാന്യത്തിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു.
അപ്പോൾ ഡി ആണ് അവസാനത്തെ ഡി ആണ് ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാം. വികസനം സാമാന്യത്തിൽ നിന്ന് പ്രത്യേകതയിലേക്ക് എന്ന ക്രമം പുലർത്തുന്നു. അപ്പോൾ മൊത്തം ശരീരം സാമാന്യമായി മൊത്തം ശരീരം എല്ലാം ഉൾക്കൊണ്ട് നടത്തിയ ഒരു പ്രവൃത്തി കുറെ കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ഒരു പ്രത്യേക അവയവം മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് വികസനം ഉണ്ടാകുന്നു. അപ്പോൾ ഡി ആണ് ഉത്തരം. അഞ്ചാമത്തെ സിദ്ധാന്തം വിവിധ വികസന മേഖലകൾ പരസ്പരാശ്രിതങ്ങളാണ് എന്നതാണ്. ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഒരുപാട് വികസനങ്ങൾ ഉണ്ടല്ലോ, ആ വികസനങ്ങളെല്ലാം പരസ്പരാശ്രിതങ്ങളാണ് എന്നതാണ്. സാമൂഹികവും ശാരീരികം ബൗദ്ധികം തുടങ്ങിയ വിവിധ മേഖലകളിലെ വികസനം പരസ്പര ബന്ധിതവും പരസ്പരാശ്രയത്വം പുലർത്തുന്നതുമാണ് എന്നാണ്. അപ്പൊ ശാരീരിക വികസനം സാമൂഹിക വികസനം ഉണ്ടാവാൻ ആവശ്യമാണ്. അതുപോലെ ബൗദ്ധിക വികസനം ഉണ്ടാവാനും ആവശ്യമാണ്. ഒരു കുട്ടിയുടെ ആദ്യകാല സാമൂഹിക വ്യവഹാരം അതിൻ്റെ ശാരീരിക വികസനത്തെ ആശ്രയിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടി മറ്റുള്ളവരുമായി ഇടപഴകുന്ന കാര്യത്തിൽ അല്പം പിറകിലായിരിക്കും. ശിശുവിന് ശാരീരിക വൈകല്യം വല്ലതുമുണ്ടെങ്കിൽ സാമൂഹിക വ്യവഹാരം മന്ദഗതിയിലേ വികസിക്കുകയുള്ളൂ. അമ്മയോടും അതുപോലെ മറ്റുള്ളവരോടുമൊക്കെ ആ കുട്ടി ഇടപഴകുന്നത് മന്ദഗതിയിൽ മാത്രമേ വികസിച്ചു വരികയുള്ളൂ, ആ കുട്ടിക്ക് ശാരീരികമായ വല്ല കുഴപ്പങ്ങളുണ്ടെങ്കിൽ. നല്ല ആരോഗ്യമുള്ള കുട്ടികൾ പ്രായേണ ബൗദ്ധികമായും സാമൂഹികമായും ഊർജ്ജസ്വലരായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ അതാണ് അഞ്ചാമത്തെ സിദ്ധാന്തം. ആറാമത്തെ സിദ്ധാന്തം വികസനം ഒരു വൈയക്തിക പ്രക്രിയയാണ് എന്നതാണ്. അഥവാ വ്യക്തിപരമാണ്. ഓരോ വ്യക്തിക്കും അയാളുടേതായ വികസന തോത് ഉണ്ടായിരിക്കും. എല്ലാ വ്യക്തികളും ഒരേ രീതിയിൽ ഒരേ തോതിലല്ല വികസിക്കുന്നത്. ഒരേ പ്രായപരിധിയിൽപ്പെട്ട കുട്ടികളുടെ വ്യവഹാരങ്ങൾ അപഗ്രഥിച്ചാൽ സാമൂഹികവും വൈകാരികവുമായ വികസനത്തിൽ വലിയ വ്യക്തിവ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കുട്ടികളും സാമൂഹികമായിട്ട് ഒരുപോലെ വികസിച്ചിട്ടുണ്ടാവില്ല. വൈകാരികമായിട്ടും എല്ലാ കുട്ടികളും ഒരുപോലെ വികസിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഈ കാര്യത്തിൽ വ്യക്തിവ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് വികസനം എന്നത് വൈയക്തികമായ പ്രക്രിയയാണ് എന്നതാണ് ആറാമത്തെ സിദ്ധാന്തം. ഏഴാമത്തെ സിദ്ധാന്തം ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകൾ കാണാം എന്നതാണ്. ഓരോ വികസന ഘട്ടത്തിനും അതിൻ്റെതായ സവിശേഷതകൾ കാണാം. വ്യക്തിവ്യത്യാസങ്ങൾ വികസനത്തിൽ ഉണ്ടാകുമെങ്കിലും എല്ലാ വ്യക്തികളും ഒരേ വികസന ഘട്ടത്തിലൂടെ ക്രമത്തിൽ കടന്നു പോകുന്നതായിട്ട് കാണാം. ഓരോ വികസന ഘട്ടത്തിനും ചില സവിശേഷതകൾ മറ്റുള്ളവയേക്കാൾ വേഗത്തിലും പ്രകടമായ രീതിയിലും വികസിക്കുന്നു. ഉദാഹരണമായിട്ട് ചില വികസന ഘട്ടങ്ങളിൽ സാർവലൗകികമായി തന്നെ അനഭിലഷണീയമായ വ്യവഹാര രീതികൾ പ്രകടമായും കാണപ്പെടുന്നു. അത് എപ്പോഴൊക്കെയാണ് എന്ന കാര്യം നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് വിശദീകരിക്കും. ഇപ്പോൾ ഒരു സിദ്ധാന്തം എന്ന നിലയിൽ വളരെ സംക്ഷിപ്തമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എളുപ്പത്തിലങ്ങ് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും അടുത്തുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിക്കുന്നത് തന്നെയാണ്. ആരും ഇത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ധരിക്കേണ്ടതില്ല. എട്ടാമത്തെ സിദ്ധാന്തം വികസനം സഞ്ചിതമാണ് എന്നതാണ്. വികസനം ഒരു സഞ്ചിത പ്രക്രിയയാണ്. ഒരു ഘട്ടത്തിലുണ്ടാകുന്ന വികസനം തുടർന്നുള്ള വികസനത്തിന്റെ അടിസ്ഥാനമായി തീരുന്നു. അഥവാ ഇന്ന് വരെ ഉണ്ടായ വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ വികസനം ഉണ്ടാകുന്നത്. ഓരോ വികസന സവിശേഷതയും വ്യക്തിയുടെ മുൻ വളർച്ചയുടെയും അനുഭവത്തിന്റെയും സഞ്ചിത ഫലമാണെന്ന് പറയാം. നേരത്തെ വളർച്ചയെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി, വളർച്ചയും ഒരു സഞ്ചിത പ്രക്രിയയാണ് എന്ന്. അഥവാ ഇന്ന് വരെ വളർന്നതിന്റെ ബാക്കിയാണ് നാളെ വളരുന്നത്. അതുപോലെ ഇന്ന് വരെ ഉണ്ടായ വികസനത്തിന്റെ ബാക്കിയാണ് നാളെ ഉണ്ടാവുന്നത്. അതാണ് വികസനം ഒരു സഞ്ചിതമാണ് എന്നതിന്റെ അർത്ഥം. ഒമ്പതാമത്തെ സിദ്ധാന്തം വികസനം പ്രവചനക്ഷമമാണ് എന്നാണ്. അതായത് ഒരു കുട്ടിയുടെ വികസനത്തെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പ്രവചിക്കാൻ സാധിക്കും. ഇപ്പോഴുള്ള ആ കുട്ടിയുടെ അവസ്ഥ വിലയിരുത്തിയിട്ട് ഭാവിയിൽ ആ കുട്ടിയുടെ വികസനം എത്രമാത്രം നടക്കും എന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അതാണ് ഒമ്പതാമത്തെ സിദ്ധാന്തം. ഓരോ ശിശുവിലും പ്രത്യേക മേഖലകളിലെ വികസനത്തിന്റെ തോതിനെ സംബന്ധിച്ചിടത്തോളം പ്രവചനക്ഷമമായ ഒരു പ്രവണത കാണാം. തന്മൂലം ഭാവിയിൽ ഓരോ മേഖലയിലെയും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു ശിശു ഏത് റേഞ്ചിലായിരിക്കും കാണപ്പെടുകയെന്ന് ചെറിയ പ്രായത്തിൽ തന്നെ പ്രവചിക്കാനാകും.
ശാരീരികവും മാനസികവുമായ വളർച്ചയെയും വികാസത്തെയും കുറിച്ച് പ്രതീക്ഷിക്കാവുന്ന ഈ രൂപമാതൃകയെ പറ്റിയുള്ള അറിവ് ശിശുക്കളുടെ വിദ്യാഭ്യാസത്തെ ആസൂത്രണം ചെയ്യാൻ അധ്യാപകന് സഹായകമാകുന്നു. അതാണ് 9ാമത്തെ സിദ്ധാന്തം. വികസനം പ്രവചനക്ഷമമാണ് എന്നത്. 10ാമത്തെ കാര്യം, വികസനം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും എന്ന പോലെ പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ 4 കാര്യങ്ങൾ വികസനത്തെ സ്വാധീനിക്കുന്നു എന്നതാണ്. ഒന്ന് പാരമ്പര്യം, 2ാമത്തത് പരിസ്ഥിതി, 3ാമത്തത് പരിപക്വത, 4ാമത്തത് പഠനം. ഇവയൊക്കെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പരിപക്വത അത് എന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കും. പഠനം വഴി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുട്ടിയുടെ വൈകാരികവും ബൗദ്ധികവുമായ വികസനം അതുവഴി ഉണ്ടായിത്തീരുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് 10ാമത്തെ സിദ്ധാന്തം പറയുന്നത്. വികസനം പാരമ്പര്യത്തെയും പരിസ്ഥിതിയെയും എന്ന പോലെ പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതാണ് 10ാമത്തെ സിദ്ധാന്തം. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ലളിതമായിട്ട് 2 കോളങ്ങളിലാക്കി നൽകിയിരിക്കുകയാണ്. വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം. വളർച്ച പാരിമാണികമാണ്, അഥവാ വളർച്ച ഗ്രോത്ത് അത് ക്വാണ്ടിറ്റേറ്റീവാണ്. വികസനം എന്ന് പറഞ്ഞാൽ അഥവാ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗുണാത്മകമാണ്, അഥവാ ക്വാളിറ്റേറ്റീവാണ്. അതൊരു ക്വാളിറ്റേറ്റീവാണ്. മറ്റേത് ക്വാണ്ടിറ്റേറ്റീവാണ്, ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് വളർച്ച. വളർച്ച അനസ്യൂത പ്രക്രിയയല്ല. പരിപക്വത പ്രാപിക്കുന്നതോടെ വളർച്ച അവസാനിക്കുന്നു. ശാരീരികമായ വളർച്ച ഒരു നിശ്ചിത പ്രായം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വികസനം ജനനം മുതൽ മരണം വരെ അനസ്യൂതം നടക്കുന്നു. പരിപക്വതയോടെ അത് അവസാനിക്കുന്നില്ല. ഒരു കുട്ടിയുടെ ബൗദ്ധികമായ വളർച്ച, അതുപോലെ വൈകാരികമായ വികസനം, ഇതൊക്കെ മരണം വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 3ാമത്തെ കാര്യം, വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. അപ്പോൾ വളർച്ച, ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ശാരീരികമായ മാറ്റം, കുട്ടിയുടെ ഘടനാപരമായ വളർച്ച, അതാണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ ശാരീരികമായ വളർച്ച മാത്രമല്ല, ജീവിയുടെ സമഗ്രമായ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. അതാണ് വികസനം. ഒരു ജീവിയുടെ എല്ലാ വിധത്തിലുമുള്ള, ഒരു മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള സമഗ്രമായ മാറ്റം, അതാണ് വികസനം. 4ാമതായി, വളർച്ച വികസന പ്രക്രിയയിലെ പല അംശങ്ങളിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ വളർച്ച യഥാർത്ഥത്തിൽ വികസനത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് വേണേൽ പറയാം. അതാണ് വികസന പ്രക്രിയയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്നാണ് വളർച്ച. അപ്പോൾ വികസനം കൂടുതൽ വിപുലവും സമഗ്രവുമാണ്. അത് വ്യക്തിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതാണ് വളർച്ചയും വികസനവും തമ്മിലുള്ള 4ാമത്തെ വ്യത്യാസം. വികസനത്തിന്റെ ഒരു ഭാഗമാണ് വളർച്ച. 5ാമത്തെ കാര്യം, വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. ശാരീരികമായ ഒരാളെ വളർച്ച, അയാൾ സ്കൂളിൽ പോയി പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അത് ശാരീരികമായ വളർച്ച ഉണ്ടാകും. അപ്പോൾ പഠനവും പരിപക്വത ഇത് രണ്ടും വളർച്ചയെ ആശ്രയിക്കുന്നില്ല. വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വികസനം പരിപക്വതയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഒരു മനുഷ്യന്റെ ബുദ്ധിപരമായ വികസനം അതൊക്കെ പഠനത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. 6ാമത്തെ കാര്യം, വളർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും. ഒരാൾ ശാരീരികമായിട്ട് എത്രമാത്രം വളർന്നിരിക്കുന്നു എന്ന കാര്യം നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത് അളക്കാനും സാധിക്കും. വികസന ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതും നേരിട്ട് നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയില്ല. ഇപ്പോൾ ഒരാളുടെ ബുദ്ധി എത്രമാത്രം വളർന്നിരിക്കുന്നു, അത് എത്രമാത്രം വികസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അളക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കൈയുടെ നീളം അല്ലെങ്കിൽ ശരീരത്തിന്റെ മൊത്തം ഹൈറ്റ് നമ്മൾ അളക്കുന്നത് പോലെ എളുപ്പത്തിൽ അങ്ങനെ ബുദ്ധിയുടെ വികസനം അളക്കാൻ പറ്റുമോ? പറ്റില്ല. വളർച്ച വികസനത്തിന് കാരണമാകാം, അല്ലെന്നും വരാം. വളർച്ച, ശാരീരികമായ വളർച്ച ഒരു മനുഷ്യന്റെ വികസനത്തിന് കാരണമാവാം, ഇനി വികസനത്തിന് കാരണമായില്ല എന്നും വരാം. വികസനം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. ഇപ്പോൾ ഒരാൾ ശാരീരികമായി വളർന്നില്ലെങ്കിലും അയാൾക്ക് ബുദ്ധിപരമായ വികസനം ഉണ്ടാവാം, വൈകാരികമായ വികസനം ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളർച്ചയും വികസനവും തമ്മിലുള്ള
വ്യത്യാസങ്ങളാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് മനഃപ്പാഠമാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധമായിട്ട് വന്ന ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ സംബന്ധമായിക്കൊണ്ട് കേട്ടറ്റ് പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ഒരു വ്യക്തിയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. അത് ആശ്രയിക്കുകയില്ല എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഒരാളുടെ ശാരീരികമായ വളർച്ച, അയാൾ എത്ര പഠിച്ചു, അയാൾ ഡോക്ടറേറ്റ് നേടിയോ ഇല്ലേ, അതൊന്നും നോക്കിയിട്ടല്ല വളർച്ച ഉണ്ടാകുന്നത്. അത് നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കാം. രണ്ട് നമ്മൾ അവിടെ വെക്കുന്നു, മൂന്നാമത്തത് നോക്കാം നമുക്ക്. വളർച്ച ജീവിയുടെ സമഗ്രമായ മാറ്റമാണ്. വളർച്ചയല്ല, വികസനമാണ് ജീവിയുടെ സമഗ്രമായ മാറ്റം. അപ്പം മൂന്നാമത്തെ തെറ്റാണ്. നാലാമത്തത്, വളർച്ച ഗുണാത്മകമാണ്. വളർച്ച ഗുണാത്മകമല്ല, അഥവാ ഗുണാത്മകം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്. അപ്പോൾ വളർച്ച ക്വാളിറ്റേറ്റീവ് അല്ല, അത് പാരിമാണികമാണ്, അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്ന് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി വളർച്ച. അപ്പോൾ നാലാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നമ്മൾ വായിച്ചു നോക്കാം. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. ശരിയാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കോളത്തിൽ, രണ്ട് കോളമായി കൊടുത്തതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളർച്ച വികസനത്തിന് കാരണമായെന്നും അല്ലെന്നും വരാം. ഒരാൾ ശാരീരികമായി വളർന്നു എന്നുള്ളത് കൊണ്ട് അയാളുടെ ബുദ്ധിപരമായ വികസനം ഉണ്ടാവണമെന്നില്ല, അയാളുടെ വൈകാരികമായ വികസനം ഉണ്ടാവണമെന്നില്ല. മന്ദബുദ്ധികളായ വ്യക്തികൾ ഉണ്ടാവാറുണ്ടല്ലോ, അവർ ശാരീരികമായിട്ട് ഒരുപാട് വളർന്നിട്ടുണ്ടാകും. അപ്പോൾ രണ്ടാമത്തത് മാത്രമാണ് ശരി. അപ്പോൾ രണ്ടാമത്തത് മാത്രം എന്ന് പറയുന്നത് ബി എന്ന ഓപ്ഷനാണ്. അപ്പോൾ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ പരിശോധിക്കാം. വളർച്ച സ്വാഭാവികവും സ്വയം സംഭവിക്കുന്നതുമായ പ്രക്രിയയാണ്. അഥവാ ശാരീരികമായ വളർച്ച നമുക്കറിയാമല്ലോ, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, സ്വയം സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ വികസനം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ആസൂത്രിത പരിശ്രമങ്ങളുടെയും കൂടി ഫലമാണ്. അപ്പൊ ആസൂത്രിതമായ പരിശ്രമങ്ങളിലൂടെയും സംഭവിക്കുന്ന ഒരു കാര്യമാണ് വികസനം. പരിപൂർണ വികസനം നടക്കണം, ഒരു കുട്ടിയുടെ പരിപൂർണ വികസനം ഉണ്ടാവണമെങ്കിൽ ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വികസന പ്രക്രിയ എങ്ങനെ കുട്ടി വികസിക്കുന്നത്, അഥവാ വികസന പ്രക്രിയ പാരമ്പര്യത്തെയും പരിസ്ഥിതി ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി വികസിക്കണമെങ്കിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആ കുട്ടിയുടെ പാരമ്പര്യം, രണ്ടാമത് ആ കുട്ടിയുടെ പരിസ്ഥിതി ഘടകങ്ങൾ. അപ്പോൾ പാരമ്പര്യം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം, ഇവയാണ് പാരമ്പര്യ ഘടകങ്ങൾ. ഒരു കുട്ടിയുടെ വികസനത്തെ ബാധിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളാണ് ഇതൊക്കെ. ആ കുട്ടിയുടെ ബുദ്ധിശക്തി അത് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ് പലതും ബുദ്ധിശക്തി. പിന്നെ ലിംഗഭേദം, പിന്നെ ഗ്രന്ഥികൾ, ശരീരത്തിലെ ഗ്രന്ഥികൾ, പിന്നെ ആ കുട്ടി ഏത് വംശത്തിൽപ്പെട്ടതാണ്, ഇതൊക്കെ ആ കുട്ടിയുടെ വികസന പ്രക്രിയയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, പാരമ്പര്യ ഘടകങ്ങളാണ്. എന്നാൽ പരിസ്ഥിതി ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങൾ വായുവും സൂര്യപ്രകാശവും, പോഷകാഹാരം, രോഗങ്ങളും പരിക്കുകളും, സാമൂഹിക സാംസ്കാരിക സ്വാധീനങ്ങൾ, കുടുംബ നിലവാരം, കുടുംബത്തിൽ വ്യക്തിയുടെ സ്ഥാനക്രമം, ഇതൊക്കെ കുട്ടിയുടെ വികസനത്തെ ബാധിക്കുന്ന പരിസ്ഥിതി ഘടകങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് പാരമ്പര്യ ഘടകങ്ങൾ, ഏതൊക്കെയാണ് പരിസ്ഥിതി ഘടകങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടിയുടെ വികസനത്തെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പാരമ്പര്യ ഘടകങ്ങളും പരിസ്ഥിതി ഘടകങ്ങളും. അപ്പോൾ ഏതൊക്കെയാണ് ഇവയെന്ന് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിശക്തി, ലിംഗഭേദം, ഗ്രന്ഥികൾ, വംശം, ഇതാണ് പാരമ്പര്യ ഘടകങ്ങൾ. ഈ പരിസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ വായുവും സൂര്യപ്രകാശവും, പോഷകാഹാരം, രോഗങ്ങളും പരുക്കുകളും, സാമൂഹിക സാംസ്കാരിക സ്വാധീനങ്ങൾ, കുടുംബ നിലവാരം, കുടുംബത്തിൽ വ്യക്തിയുടെ സ്ഥാനക്രമം, ഇതാണ് പരിസ്ഥിതി ഘടകങ്ങൾ. ഇതൊക്കെ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഈ വിഷയകമായി ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ ഏവ? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം എഴുതണമെങ്കിൽ
പാരമ്പര്യം വഴി ലഭിക്കുന്നത് ഏത്, പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്നത് ഏത് എന്ന കാര്യം വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്നാമത്തേത് നോക്കുമ്പോൾ ബുദ്ധിശക്തി, വംശം, അത് രണ്ടും പാരമ്പര്യം വഴി ലഭിക്കുന്നു. പക്ഷേ കുടുംബ നിലവാരം അങ്ങനെ പാരമ്പര്യം വഴി ലഭിക്കുന്നതല്ലല്ലോ. ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ, ഇവ മൂന്നും പാരമ്പര്യം വഴി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ലിംഗഭേദം, ബുദ്ധിശക്തി, ഗ്രന്ഥികൾ. അപ്പൊ കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന പാരമ്പര്യ ഘടകങ്ങളെ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ബുദ്ധിശക്തി. ഉയർന്ന ബുദ്ധിശക്തിയുള്ള കുട്ടികൾ ബുദ്ധിശക്തി കുറഞ്ഞ കുട്ടികളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും വേഗത്തിൽ വികസനം കൈവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു കുട്ടിയുടെ ശാരീരിക ചലനങ്ങൾ, മറ്റു വ്യവഹാരങ്ങൾ, ഇവയൊക്കെയും ബുദ്ധി നിലവാരം നിയന്ത്രിക്കുന്നുണ്ട്. ബുദ്ധിമാനായ ഒരു കുട്ടി പുതിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കുകയും നേരത്തെ പരിപക്വത പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിശക്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കുട്ടിയുടെ വികസനത്തിൽ. രണ്ടാമത്തേതാണ് ലിംഗഭേദം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികസനത്തിലുമൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പെൺകുട്ടികളുടെ കായിക ഘടനയും ശാരീരിക വളർച്ചയും ആൺകുട്ടികളിൽ നിന്ന് തികച്ചും ഭിന്നമാണ്. ജനനസമയത്ത് ആൺകുട്ടികൾ പെൺകുട്ടികളെ അപേക്ഷിച്ച് അല്പം വലിപ്പം കൂടുതൽ ഉണ്ടായിരിക്കും. ജനിക്കുന്ന നേരത്ത് ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാളും അല്പം വലിപ്പമുള്ളവരായിരിക്കും. എന്നാൽ പെൺകുട്ടികൾ കൂടുതൽ വേഗത്തിൽ വളരും. അവർ ആൺകുട്ടികളെക്കാൾ നേരത്തെ കായികമായിട്ട് പൂർണ്ണ വളർച്ച കൈവരിക്കും. ലൈംഗികമായും പെൺകുട്ടികൾ നേരത്തെ പരിപക്വത നേടുന്നു. മാനസിക പരിപക്വതയുടെ കാര്യത്തിലും ഇതേ വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വികസനത്തിന്റെ കാര്യത്തിൽ, പരിപക്വതയുടെ ഒക്കെ കാര്യത്തിൽ ലിംഗഭേദം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി ഒരു കുട്ടിയുടെ വികസനത്തിൽ ആ കുട്ടിയുടെ ശരീരത്തിലെ ഗ്രന്ഥികൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വികസനത്തിൽ ചില ഗ്രന്ഥികൾക്ക് കാര്യമായ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ആദ്യ വർഷങ്ങളിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു മാന്ദ്യമൊക്കെ ഉണ്ടായാൽ കായികവും മാനസികവുമായ വളർച്ചയെ അത് മുരടിപ്പിക്കും. തൈമസ് ഗ്രന്ഥികൾ ഉരസ്സിന്റെ വളർച്ചയെയും മാനസിക വികസനത്തെയും സ്വാധീനിക്കുന്നുണ്ട്. ലൈംഗിക ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിലുള്ള പോരായ്മ കൗമാരഘട്ടത്തിന്റെ ആരംഭത്തെ മന്ദീഭവിപ്പിക്കുന്നു. അവയുടെ അമിതമായ പ്രവർത്തനം മൂലം ലൈംഗിക പരിപക്വത കാലേ കൂട്ടി സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ശരീരത്തിലെ ഗ്രന്ഥികൾ ഒരു കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ വികസനത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യമാണ് കുടുംബ നിലവാരം. ദരിദ്ര കുടുംബത്തിന് കുട്ടികൾക്ക് നല്ല ആഹാരം നൽകാൻ പ്രയാസമുണ്ടായിരിക്കും. നല്ല സന്തുലിതമായ ആഹാരങ്ങൾ നൽകാൻ ദരിദ്രമായ ഒരു കുടുംബത്തിന് സാധിച്ചു എന്ന് വരില്ല. ഇത് അവരുടെ ആ കുട്ടികളുടെ ശാരീരിക വികസനത്തെ ബാധിക്കും. കുടുംബ സാഹചര്യം ശാരീരിക വികസനത്തെ മാത്രമല്ല മാനസിക വികസനത്തിന്റെ കാര്യത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കുട്ടികളുടെ ജനനക്രമം, ഒരു വീട്ടിലെ കുട്ടികളുടെ ജനനക്രമവും ആ കുട്ടികളുടെ മാനസിക വികസനത്തെ അല്ലെങ്കിൽ വികസനത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഏറ്റവും ഇളയ കുട്ടി ആ ഇളയ കുട്ടിയെ പലപ്പോഴും കണക്കറ്റ് ലാളിക്കാറുണ്ട്. ഇതുമൂലം കുട്ടിയുടെ വികസനം, പ്രത്യേകിച്ചും വൈകാരികമായ വികസനം മന്ദഗതിയിലാകുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ ആദ്യത്തെ കുട്ടിയെ അപേക്ഷിച്ച് നേരത്തെ തന്നെ പരിപക്വത കൈവരിക്കാറുണ്ട്. കാരണം അവരുടെ മുന്നിൽ അവർക്ക് അനുകരിക്കാൻ ഒരു മാതൃകയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. മുതിർന്ന കുട്ടിയെ നോക്കിയിട്ടാണ് രണ്ടാം കുട്ടിയും മൂന്നാം കുട്ടിയും വളരുന്നത്. അപ്പോൾ അവർക്ക് നോക്കി വളരാൻ, മാതൃകയാക്കാൻ ഒരാൾ മുന്നിലുള്ളത് കൊണ്ട് രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികൾ നേരത്തെ തന്നെ പരിപക്വത കൈവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടിയുടെ വികസനത്തെ ബാധിക്കുന്ന രണ്ടാമത്തെ ഘടകങ്ങൾ പരിസ്ഥിതി ഘടകങ്ങളാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഈ പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വുഡ്വർത്ത് എന്ന ശാസ്ത്രജ്ഞൻ പറയുന്നത് ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽപ്പെടുന്നു എന്ന്. അതാണ് എന്താണ് പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽപ്പെടുന്നു.
അത് വ്യക്തിയുടെ വളർച്ചയും വികസനത്തെയും ബാധിക്കുന്ന എല്ലാ ബാഹ്യശക്തികളെയും സ്വാധീനങ്ങളെയും സാഹചര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. അപ്പൊ അതാണ് പരിസ്ഥിതി. പരിസ്ഥിതിയെ നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം: പ്രാകൃതികവും സാമൂഹികവും. അഥവാ പ്രകൃതിപരമായിട്ടുള്ള അഥവാ പ്രാകൃതിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ വ്യക്തിയെ സ്വാധീനിക്കുന്ന ചുറ്റുമുള്ള എല്ലാ പദാർത്ഥങ്ങളും ഭൗതിക പ്രതിഭാസങ്ങളും ഉൾപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ സൂര്യപ്രകാശം, വായു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ പ്രകൃതിയിൽ തന്നെയുള്ള ഘടകങ്ങളാണല്ലോ. ഇതാണ് പ്രാകൃതിക പരിസ്ഥിതി എന്ന് പറയുക. അത് നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അത് തീർച്ചയായും നമ്മളെ വികസനത്തെയും വളർച്ചയെയും ഒക്കെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. രണ്ടാമതാണ് സാമൂഹിക പരിസ്ഥിതി. പൈതൃകമായി ആർജിച്ച സംസ്കാരവും കുടുംബ സാഹചര്യങ്ങളും വർത്തമാനകാല സമൂഹം പുറപ്പെടുവിക്കുന്ന സാമൂഹിക ശക്തികളും ചേർന്നതാണ് സാമൂഹിക പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് നമ്മൾ ആർജിച്ച സംസ്കാരം, നമ്മുടെ കുടുംബ സാഹചര്യം, നമ്മുടെ സമൂഹം, ആ സമൂഹത്തിലെ സാമൂഹികമായ അവസ്ഥ, ഇതൊക്കെയാണ് സാമൂഹിക പരിസ്ഥിതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കുട്ടിയുടെ വികസനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ് ഇനി പറയുന്നത്: ജീവിതം ആരംഭിച്ച സമയം തൊട്ട് ഒരു വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും ചേർന്നതാണ് വളർച്ച, പരിസ്ഥിതി, വികസനം, പാരമ്പര്യം. പരിസ്ഥിതിയാണ് എന്ന് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല, ഇപ്പോഴാണ് നമ്മളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജീവിതം ആരംഭിച്ച സമയം തൊട്ട് ഒരു വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി. അപ്പോൾ ഒരു വ്യക്തിയുടെ വികാസത്തിൽ, അവന്റെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കുന്നതിൽ രണ്ട് ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അഥവാ അവന്റെ പാരമ്പര്യം, അതോടൊപ്പം പരിസ്ഥിതി. അത് സംബന്ധമായിട്ട് ഒരു ഇക്വേഷൻ ഇവിടെ നൽകിയിരിക്കുകയാണ്: P = H × E. അഥവാ വ്യക്തിത്വം സമം പാരമ്പര്യം × പരിസ്ഥിതി. അപ്പോൾ ഈ ബന്ധമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒരു ദീർഘചതുരത്തിന്റെ വിസ്തീർണം അതിന്റെ നീളത്തിന്റെയും വീതിയുടെയും ഗുണനഫലമായിരിക്കുന്നത് പോലെ വ്യക്തിത്വം പാരമ്പര്യത്തിന്റെയും പരിസ്ഥിതിയുടെയും ഗുണനഫലമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. P = H × E. P എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം, H എന്നത് കൊണ്ട് ഹെറിറ്റൻസ് അഥവാ പാരമ്പര്യം, E എന്നത് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെന്റ്. അപ്പോൾ P = H × E. അത് നമ്മൾ മനഃപ്പാഠമാക്കി നോക്കുക. കേട്ടറ്റ് പരീക്ഷയിൽ ഒരിക്കലല്ല പലപ്പോഴായ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യം നമുക്ക് പരിശോധിക്കാം. ചോദ്യം ഇതാണ്: ഒരാളുടെ വ്യക്തിത്വത്തിന്മേൽ പരിസ്ഥിതിക്കും പാരമ്പര്യത്തിനുമുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശരിയായ സമവാക്യം ഏത്? ഇപ്പോൾ ഏതാണ്ട് നാലും ഒരുപോലെ തോന്നിയേക്കാം. വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഉത്തരം ഓർമ്മയിലുണ്ടാവൂ. P = H × E. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരി. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ പാരമ്പര്യത്തെയും അതുപോലെ പരിസ്ഥിതിയെയും അതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വം പ്രായോഗിക തലത്തിലെത്തിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ്? വികാസം അഥവാ വികസനം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഒരു കുട്ടിയുടെ ശാരീരിക വികസനം, അവൻ്റെ വൈകാരിക വികസനം, അവൻ്റെ സാമൂഹിക വികസനം, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടിക്ക് സാമൂഹികമായ വികസനം അത്ര എളുപ്പത്തിൽ നടക്കുകയില്ല, മന്ദഗതിയിലാണ് നടക്കുക എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തതേത് എന്നാണ് ചോദിക്കുന്നത്. പഠനത്തോടൊപ്പം കളികളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക. അപ്പോൾ പഠനം, കളി, ഇത് രണ്ട് തരത്തിൽ വികസിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക. അതുവഴി നമുക്ക് വികാസം ഈ രണ്ട് മേഖലകളിലും ഒന്നിച്ച് നടക്കും. ഇപ്പോൾ പഠനത്തോടൊപ്പം കളിയിലും ഒരു കുട്ടിക്ക് വളരാൻ സാധിക്കുക എന്നത് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മൊത്തം വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സംഘചർച്ചകൾക്കൊപ്പം വ്യക്തിപരമായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാൻ കുട്ടികൾക്ക് അവസരം നൽകുക. അത് തന്നെ ശരിയായ ഉത്തരമാണ്. അതും ശരിയായ ഒരു കാര്യം തന്നെയാണ്. അത് വികാസത്തെ, സംഘചർച്ച പിന്നെ വ്യക്തിപരമായ കാര്യം രണ്ടിനെയും അത് വികസിപ്പിക്കും.
മൂന്നാമത്തത് പ്രസംഗ പരിശീലനത്തിനും വായനയ്ക്കുമൊപ്പം യോഗാഭ്യാസം പഠിപ്പിക്കുക. അതും ശരിയായ പ്രവർത്തനമാണ്. എന്നാൽ പാഠഭാഗം എളുപ്പത്തിൽ തീർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് കേവലം ഒരു കാര്യം മാത്രമാണ് അതുവഴി നടക്കുന്നത്. എന്നാൽ അത് തീർക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, കുട്ടിയുടെ മറ്റു മേഖലകളും വികസിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റു മേഖലകളിലും കൂടി വികാസം ഉണ്ടാകുമ്പോഴാണ് കുട്ടിയുടെ പഠനത്തിൽ കൂടുതൽ വികസനം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയായ നടപടിയല്ല, നാലാമത് ഡി ആയി പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോൾ പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ പെടാത്തത് ഡി ആണ് ഉത്തരം. അപ്പോൾ ശരി അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതാണ് ശരിയായ ഉത്തരം.